ഇന്ന് നമുക്ക് പുറത്തുനിന്ന് മേടിക്കുന്ന പൊടികളൊന്നും ചേർക്കാതെ വീട്ടിൽ തന്നെ തേങ്ങയും മുളകും ഒക്കെ അരച്ചിട്ട് ഒരു കർണാടക സ്റ്റൈൽ നല്ല സൂപ്പറായിട്ടുള്ളൊരു കറി തയ്യാറാക്കാം. അതിനായിട്ട് ഒരു വെള്ളരിക്ക എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഷ്റൂം അത് ക്ലീൻ ചെയ്തിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ വെള്ളരിക്കയുടെ പകുതി ഭാഗം എടുത്ത് നമുക്ക് കറി വയ്ക്കാം. അപ്പോൾ പകുതി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയൊരു സവാള എടുത്തിട്ടുണ്ട്. സവാളയുടെ തൊലിയെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ വെള്ളരിക്കനെ ആദ്യം തന്നെ ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് ഒരു ചട്ടിക്കകത്തേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഈ സവാളയുടെ പകുതി എടുക്കാം. പകുതി നമുക്ക് ലാസ്റ്റിൽ വറവ് ചേർക്കാം. അപ്പോൾ പകുതി സവാള ഇതുപോലെ കട്ട് ചെയ്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. മഷ്റൂം ഇല്ലെങ്കിലും കുഴപ്പമില്ല, വെള്ളരിക്ക കൊണ്ട് തന്നെ നമുക്കിതുപോലെ കറി തയ്യാറാക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും വെള്ളരിക്ക കൊണ്ട് തന്നെ വെച്ചാലും. പിന്നെ മഷ്റൂം ചേർത്ത് വെക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ സവാള എല്ലാം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. കട്ട് ചെയ്ത സവാള നമുക്ക് ഈ നമ്മൾ വെള്ളരിക്ക കട്ട് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തു. അതോടൊപ്പം തന്നെ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ആ മഷ്റൂം ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി കരിവേപ്പിലയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഇത് വേകാൻ എത്രത്തോളം വെള്ളം വേണം അത്ര വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം ഒന്ന് വേകാനായിട്ട് വെക്കാം. അത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം. അരപ്പ് തയ്യാറാക്കാനായിട്ട് തേങ്ങ കുറച്ചധികം തന്നെ തേങ്ങ വേണം. അപ്പോൾ നമ്മളിതിലേക്ക് പകുതി സവാളയാണ് ചേർത്ത് കൊടുത്തത്. പകുതി സവാളയുടെ വെച്ചിരുന്നു. അപ്പോൾ ഈ പകുതി സവാള നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കാം. ലാസ്റ്റ് വെളിച്ചെണ്ണയ്ക്കകത്ത് ഒന്ന് വറുത്ത് ചേർത്ത് കൊടുക്കണം അതിനായിട്ട്. അപ്പോൾ ഈ സവാള കൈയോടെ തന്നെ നമുക്ക് കട്ട് ചെയ്ത് സൈഡിലേക്ക് വെക്കാം. ഇനി നമുക്കിതിനുള്ള അരപ്പ് തയ്യാറാക്കാനായിട്ട് കുറച്ചധികം തന്നെ തേങ്ങ വേണം. തേങ്ങ കുറച്ചധികം എടുത്താൽ നല്ല ടേസ്റ്റും ആയിരിക്കും. പിന്നെ കറിക്ക് നല്ലൊരു കൊഴുപ്പും കിട്ടും. അപ്പോൾ ഞാനിവിടെ സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് സൈഡിലേക്ക് മാറ്റി വെച്ചു. ഇനി കുറച്ച് അധികം തന്നെ തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് പുളി, വാളംപുളി ഒരു കുറച്ച് എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മുളക്, ഞാൻ കാശ്മീരി ചില്ലിയും കളറും പിന്നെ ഇച്ചിരി കൊഴുപ്പ് കിട്ടാനായിട്ട് ഒരു 4 കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട്. പിന്നെ ഇച്ചിരി എരിവിന് വേണ്ടിയിട്ട് 2 ഇങ്ങനത്തെ ഉണ്ടമുളക് എടുത്തിട്ടുണ്ട്. അതിന് പകരം നമുക്ക് ഗുണ്ടൂർ ചില്ലി ആണെങ്കിൽ ഇത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചൂടാക്കി എടുത്ത കേട്ടോ ഈ മുളക്. ഇത് ഇത്രയും മാത്രം മതി. ഇത് നല്ല ഫൈനായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോഴത്തേനും നമ്മുടെ പച്ചക്കറികളൊക്കെ ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ മസാല കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി കറിക്ക് എത്രത്തോളം വെള്ളം വേണം അത്രയും വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് തിളയ്ക്കാനായിട്ട് വെക്കാം. കറി നന്നായിട്ട് തിളച്ച് കഴിയുമ്പം നമ്മൾ ഒരു പകുതി സവാള കട്ട് ചെയ്ത് വെച്ചിരുന്നല്ലോ, നല്ല വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പം ആ വെളിച്ചെണ്ണയ്ക്കകത്തേക്ക് ആ സവാളകൾ ഇട്ടിട്ട് ഇതുപോലെ നന്നായിട്ട് വറുത്ത് ആ വെളിച്ചെണ്ണയും സവാളയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അടിപൊളി സൂപ്പർ ടേസ്റ്റായിട്ടുള്ള കറിയാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും